നമസ്കാരം. ആഹാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ജാസ്മിൻ ഐ ലവ് യു ഒക്കെ പറയും. ഇപ്പൊ ജാസ്മിത വന്ന് വളരെ സമാധാനമായിട്ട് നമ്മുടെ ഗബ്രി മോന്റെ അടുത്ത് ഐ ലവ് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. മക്കളെ ചക്കര ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇപ്പം കുറച്ച് മുമ്പ് ഇന്നലെ പറഞ്ഞു ഞാനിത് പിന്നെ എന്താണ് പറയുന്നത്, പ്രണയത്തിലേക്ക് കൊണ്ടുപോകില്ല എന്നൊക്കെ ജാസ് പറഞ്ഞു. അത് അപ്പോഴത്തെ ഒരു മൂടി പറഞ്ഞതായിരിക്കല്ലേ. ആ പോട്ടെ, കുഴപ്പമില്ല മക്കളെ, പോട്ടെ മക്കളെ. ഇപ്പൊ എന്തായാലും അവർക്ക് എല്ലാവർക്കും വളരെ അവർ രണ്ടുപേരും വളരെ റിലാക്സ്ഡ് ആണ്. രണ്ടുപേരും പരസ്പരം പിന്നെ അവൾ കിടക്കുന്നു, കാമുകൻ തടയി കിടക്കുന്നു, അവൾ അവളുടെ പ്രണയം പറയുന്നു, ഇവൻ തിരിച്ചു പറയുന്നു. ഇപ്പൊ അവന് ഓപ്പൺ ആണല്ലോ, ഇനി ആരും ക്വസ്റ്റ്യൻ ചെയ്യാനില്ലല്ലോ. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്? ഒരൊറ്റ മനുഷ്യന് ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. എല്ലാവരും എല്ലാം ക്ലിയർ ആയി. ഇനി കിടന്ന് മറ്റുള്ളവരുടെ തലയിലോട്ട് കയറണ്ട. നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്, അതിന്റെ ഫലമാണ് നീ ഇത്ര നേരം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ നമ്മളെ എന്തിന് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ തിന്നുന്നത്, നമ്മളെ തിന്നങ്ങ് മതിയായില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നീ എന്തൊക്കെയാണ് നീ ചെയ്ത് കൂട്ടിയത് അത് തന്നെയാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഇപ്പം പലരും പറയുന്നത് ഗെയിം പ്ലാൻ ആണ്. അവിടെ ഉള്ള ഈ പറയുന്നവരാണ് സിബിനൊക്കെ പറഞ്ഞത് നമുക്ക് ഒരു മാരകമായ ഗെയിം പ്ലാൻ ഉണ്ട്, മറ്റതാണ് മറിച്ചതാണ്. ഇവിടെ ഒരു ഗെയിം പ്ലാനും ഇല്ല. ഞാനിത് തുടക്കം തൊട്ട് നിങ്ങളടുത്ത് പറയുന്ന ഒരു കേസാണ്. ഇതിൽ ഒരു ഗെയിം പ്ലാനോ ഇതൊരു ഗെയിം സ്ട്രാറ്റജി ഒന്നും അല്ല. ഈ സാധനം മറ്റൊന്നുമല്ല. അവിടെ വന്ന് രണ്ടുപേർക്കും പുറത്ത് റിലേഷൻ ഉണ്ട്, മനസ്സിലായോ? ഇവിടെ വന്ന് രണ്ടുപേർക്കും കൺട്രോൾ തെറ്റി സംഭവിച്ച ഒരു സാധനം മനസ്സിലായോ? കൺട്രോൾ, അതായത് ഉള്ളിലുണ്ടായിരുന്നുള്ള ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു കോഴിത്തരം പുറത്ത് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഒരു പൂവനും ഒരു കോഴിയും കൊക്കോ കണ്ടപ്പോൾ രണ്ടുപേരെ കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ പുറത്ത് ലൈനുണ്ട്, പറയാൻ പറ്റുന്നില്ല, പുറത്ത് പ്രകടിക്കാൻ പറ്റില്ല. അത് വന്ന് പിടിച്ചും വലിച്ചും നക്കിയും നുള്ളിയും ഒക്കെ വന്ന് അത് പ്രണയം മൂത്തങ്ങ് അസ്ഥിയിലായി. പക്ഷെ പുറത്ത് പറയാനും പറ്റില്ല, കാരണം പുറത്തൊരു റിലേഷൻ ഉണ്ടല്ലോ. ഇതെങ്ങനെ ഏത് വാഗൊണ്ട് പറയും നീ? ആ ഒരു സംഭവമാണ് വന്നത്. അത് പുറത്ത് പറയാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ലാലേട്ടനും കൂടി ചോദിച്ചപ്പോൾ ഇവിടെ കുറേ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, കുറേ ഡ്രാമയൊക്കെ കളിച്ചു, പിന്നീട് കറങ്ങി വിടുന്നു, പിന്നീട് ബോധം കെടുന്നു, അലറി വിളിക്കുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ച് ഭ്രാന്തിയെ പോലെ കീറുന്നു. ഇതൊക്കെ പറഞ്ഞ് ഇപ്പം പര്യവസാനമായി. ഇപ്പം അവർ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രണയം പങ്കുവയ്ക്കുന്നു, അവർ പ്രേമിച്ചോണ്ടിരുന്നു. ഇനി മറ്റന്നാണ് മറിച്ചതാണ്, എനിക്ക് പ്രേമം ഇനി പറയാൻ പറ്റുന്നില്ല. ആ ഡയലോഗ് ഇവിടെ വേണ്ട. ഇപ്പം കടി തീർന്നല്ല. ഈ കടിക്ക് വേണ്ടിയാണ് നേരത്തെ കുറച്ച് മുമ്പേ കിടന്ന് അലറി വിളിച്ചത്. നമുക്ക് വീണ്ടും കാണാം. ശരി.